എല്ലാവർക്കും ഇഷൽ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വയറും മനസ്സൊക്കെ നിറയണ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ രാവിലത്തെ പലഹാരമായിട്ട് ഉപയോഗിക്കാം, വൈകുന്നേരത്തെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അരക്കപ്പിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കണം. അത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഓവറാക്കരുത്. ചപ്പാത്തി മാവൊക്കെ കുഴക്കണ ആ ഒരു രീതിയിൽ നന്നായിട്ട് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട്. ഇനി കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കണ ആ ഒരു ഇതാകുമ്പോൾ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുക. ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചിട്ട് അടച്ച് മാറ്റി വെക്കുക. അപ്പോൾ അതാ ഇതിൻ്റെ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇതിലേക്ക് ഫില്ലിങ്സ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മധുരമുള്ള ഫില്ലിങ്സാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ്സിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇനി ആദ്യം തന്നെ നമ്മൾ ഓയിലല്ല, ഞാൻ ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. ബട്ടർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് തന്നെ വഴന്ന് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അതല്ല ശർക്കരയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ശർക്കരയും ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴവും അതുപോലെ തേങ്ങയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തേങ്ങ നന്നായിട്ടൊന്ന് പിരിപിരിയൊന്നും ആവണ്ട. അത്യാവശ്യം റോസ്റ്റായി കഴിഞ്ഞ് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ചൂടാറാൻ മാറ്റി വെക്കുക കേട്ടോ. നല്ല ചൂടാറൊന്നും വേണ്ട. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്നും ഓരോ ഉരുളകളെടുത്ത് ബോൾസാക്കി എടുത്തിട്ട് അതൊന്ന് കൈ വെച്ച് ഉള്ളിലൊന്ന് ചെറിയൊരു കുഴി പോലെയൊക്കെ ആക്കി നമ്മുടെ ഫില്ലിങ്സ് അതിലേക്ക് നിറച്ച് ബോളായിട്ട് ഉരുട്ടി ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറിയ പത്തിരി പോലെ ആക്കിയിട്ട് നമ്മൾ നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഓരോ ബോൾസും ആക്കിയിട്ടും നമ്മൾ ഫില്ലിങ്സ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരുപാട് എണ്ണയിലല്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യണത്, കുറഞ്ഞ എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. എളുപ്പം തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതായത് ഇതുപോലെ ഞാനൊരു 13 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഫ്രൈ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓരോ അപ്പവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഉൾഭാഗമൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഗോതമ്പൊടി കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ സ്നാക്സ് റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ബൈ.